ഹലോ നമസ്കാരം കിച്ചൺ ബ്യൂട്ടി പാർലറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് മുഖത്തുണ്ടാവുന്ന അമിത രോമ വളർച്ച എങ്ങനെ പൂർണ്ണമായിട്ടും നീക്കം ചെയ്യാം എന്ന ഒരു ട്രീറ്റ്മെൻറ്റുമായിട്ടാണ്. അപ്പോൾ എന്താണ് അമിത രോമ വളർച്ച? അതായത് സ്ത്രീകൾക്ക് പുരുഷന്മാരുടെ രീതിയിൽ മുഖത്ത് രോമം വളരുന്നതിനെയാണ് അമിത രോമ വളർച്ച എന്ന് പറയുന്നത്. എന്താണ് സ്ത്രീകൾക്ക് പുരുഷന്മാരുടെ രീതിയിൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് താടിയിലും മീശയിലൊക്കെ സ്ത്രീകൾക്ക് പുരുഷന്മാരെ പോലെ തന്നെ മീശയും താടിയിലൊക്കെ രോമം ഉണ്ടാവണേനെയാണ് അമിത രോമ വളർച്ച എന്ന് പറയുന്നത്. അപ്പോൾ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എന്താണ്? അതിനുള്ള ചികിത്സാ രീതികളും രണ്ടായിട്ട് തരംതിരിക്കാം. ഫസ്റ്റ് വൺ ടെമ്പററി മെത്തേഡാണ്. ഇതെന്ന് വെച്ചാൽ ത്രെഡ് ചെയ്യാം, ബ്ലീച്ച് ചെയ്യാം, വാക്സ് ചെയ്യാം. പക്ഷേ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ 1-2 ആഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ പഴയതിനേക്കാൾ ശക്തമായിട്ട് വീണ്ടും അത് രോമം വളരാൻ തുടങ്ങും. പിന്നെ അതുമല്ല, ഇങ്ങനെ തുടർച്ചയായിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിൽ സോഫ്റ്റ്നെസ് നഷ്ടമാവുകയാണ് ചെയ്യുന്നത്. അടുത്തതെന്ന് പറഞ്ഞാൽ സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ പെർമനൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റിയതാണ്. അത് നമ്മുടെ ഇപ്പം ലഭ്യമായിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ലേസർ ട്രീറ്റ്മെൻറ്റാണ്. എന്താണ് ലേസർ ട്രീറ്റ്മെൻറ്റ്? ലേസർ ചികിത്സ ലക്ഷ്യം വയ്ക്കുന്നത് നമ്മുടെ രോമത്തിൻ്റെ മെലാനിൻ എന്ന ഘടകത്തെയാണ്. മുടിക്ക് കറുപ്പ് നിറം നൽകുന്നത് നമ്മുടെ മുടിയുടെ വേരുകളിലുള്ള ഒരു മെലാനിൻ എന്ന പിഗ്മെൻ്റ് ആണ്. ഒരു പ്രാവശ്യം ലേസർ അടിച്ചു കഴിഞ്ഞാൽ വലിയ വ്യത്യാസമൊന്നും കാണാൻ പറ്റില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു 6 മുതൽ 8 പ്രാവശ്യമെങ്കിലും ലേസർ ചെയ്താലേ അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടുള്ളൂ. ഒരു പ്രാവശ്യം നമ്മൾ ലേസർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 4 ആഴ്ച മുതൽ 6 ആഴ്ച വരെയുള്ള ഒരു ഗ്യാപ്പ് കൊടുക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് അടുത്ത ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടത്. പിന്നെ ഇത് ചെയ്യാൻ അധികം സമയമൊന്നും വേണ്ട. ഒരു താടിയിലും മീശയിലുള്ള രോമങ്ങൾ മാത്രമാണ് ചെയ്യണമെങ്കിൽ ഒരു 10-15 മിനിറ്റ് കൊണ്ട് ചെയ്യാവുന്നതാണ്. അധികം സമയമൊന്നും വേണ്ട. പിന്നെ അതുപോലെ തന്നെ ഇതിന് എന്തെങ്കിലും സൈഡ് എഫക്റ്റ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുമെന്ന് നിങ്ങൾക്കൊരു സംശയം ഉണ്ടോ? അത്രയ്ക്കൊന്നും ഉണ്ടാവില്ല. എന്താ വെച്ചാൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ചുമന്ന തടിപ്പോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ഐസോ അങ്ങനെ എന്തെങ്കിലും വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് മാറിയിട്ടില്ലെങ്കിൽ ക്രീം പുരട്ടിയാൽ മതി. നമുക്ക് ഏറ്റവും നല്ലത് എന്താണെന്ന് വെച്ചാൽ ഒരു സ്കിൻ ഡോക്ടറെ കാണാം. ആ ഡോക്ടറെ കൊണ്ട് നമ്മൾ ചെയ്യിപ്പിക്കുക, ലേസർ ട്രീറ്റ്മെൻറ്റ് ചെയ്യാം. അങ്ങനെ ചെയ്താൽ മതി. നമ്മളിപ്പം ഫേസിലുള്ള രോമങ്ങളും ഷേവ് ചെയ്തോ അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും വാക്സ് ചെയ്തോ ഒന്നും കളയണ്ട. അങ്ങനെ കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ താൽക്കാലികമായിട്ടാണ് ചെയ്യുന്നതെങ്കിലും പിന്നെ അത് അമിതമായിട്ട് കൂടുതലായിട്ട് അങ്ങനെ വളരുമ്പം പിന്നെ നമ്മുടെ ഫേസ് കാണാൻ ഒരു ഇത് കിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അത് പൂർണ്ണമായിട്ട് മാറ്റാനാണ് നമ്മൾ നോക്കേണ്ടത്. ഇനിയിപ്പം നാച്ചുറലായിട്ടുള്ള എന്തെങ്കിലും ബ്യൂട്ടി ടിപ്സുകൾ അങ്ങനെയൊന്നും അങ്ങനെയെന്ന് പറഞ്ഞാൽ നമ്മൾ രോമം മാറില്ല, പക്ഷേ രോമത്തിൻ്റെ വളർച്ച ഒരു പരിധി വരെ കുറയ്ക്കാൻ സാധിക്കും. അങ്ങനെയുള്ള വീഡിയോസ് ഞാൻ തുടർന്ന് ചെയ്യുന്നതായിരിക്കും. ഇത് ഞാൻ പറയുന്നത് പൂർണ്ണമായിട്ടും നീക്കം ചെയ്യാനുള്ള സംഭവമാണ് ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇതിന് വലിയ സൈഡ് എഫക്റ്റും കാര്യങ്ങളും അങ്ങനത്തെ ഒന്നുമില്ല. എന്നാലും ഒരു ഡോക്ടറെ കണ്ടിട്ട് ഡോക്ടറോട് ചെയ്യാൻ പറയാം. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പം മുഖത്തുള്ള രോമ വളർച്ച രോമം ഇങ്ങനെ വളർന്ന് തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾ എന്തെങ്കിലും ചിലപ്പോൾ ബ്ലേഡ് കൊണ്ട് വരണ്ടി കളയുക, അല്ലെങ്കിൽ നിങ്ങൾ ത്രെഡ് ചെയ്ത് കളയുക, അല്ലെങ്കിൽ വാക്സ് ചെയ്തോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നിങ്ങൾ പെട്ടെന്ന് കളയാൻ നോക്കും. പക്ഷെ അങ്ങനെ കളയരുത്. കുഞ്ഞു രോമങ്ങളൊക്കെ ആണെങ്കിൽ ബ്ലീച്ച് ചെയ്താൽ തന്നെ മതി. വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ബ്ലീച്ച് ചെയ്യുന്നത് നല്ലതല്ല, പക്ഷേ നമ്മൾ രോമം പറിച്ചെടുക്കുന്നതിനേക്കാളും നല്ലത് ഉള്ള രോമങ്ങൾ അവിടെ നിന്നിട്ട് ബ്ലീച്ച് ചെയ്തിട്ട് അതിൻ്റെ കളറും നമ്മുടെ സ്കിന്നിനനുസരിച്ചുള്ള കളറ് കൊടുക്കുക, അത്ര തന്നെ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും